ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് US മാർക്കറ്റിനെ മദർ മാർക്കറ്റ് എന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ വിളിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ട്രേഡറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും US മാർക്കറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബൽ എക്കണോമിയിൽ എത്രത്തോളം ശക്തമായിട്ടാണ് പ്രതിഫലിക്കുന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനൊക്കെ വരുന്ന ഒരു ടൈമിൽ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കും. കാരണം അവിടെ എന്താണ് ഇൻട്രസ്റ്റ് കൂട്ടുകയാണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറക്കുകയാണോ എന്നൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് ഡേറ്റ് ചിലപ്പോൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇതിൽ FIIസും ഉണ്ടാകും, TIIസും ഉണ്ടാകും, പിന്നെ ഒരുപാട് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് പ്ലസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് തവണ കാണാൻ പറ്റിയിട്ടുണ്ടാവും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ഒരു ഹോക്കിഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോവിഷ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെയുള്ള ഫെഡ് ചെയർ ജെറോം പവൽ ഇപ്പം പറയുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രഭാവം നിങ്ങൾക്ക് ശക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് US മാർക്കറ്റിനെ മദർ മാർക്കറ്റായിട്ട് കരുതാനുള്ള പ്രധാനപ്പെട്ട റീസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. യൂട്യൂബിൽ മറ്റ് യൂട്യൂബേഴ്സ് അധികം ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇവിടെ സംസാരിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മളൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് S&P 500 ഒരു ചാർട്ടാണ്. അതായത് S&P 500 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് 500 ആണ്. അത് USA തന്നെ ടോപ്പ് 500 വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ Nifty 50 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് കരുതുന്നത് അതേപോലെയുള്ളൊരു ഇൻഡെക്സ് ആണ് അത്. അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെ അത് എങ്ങോട്ടേക്ക് പോകുന്നൊക്കെ നോക്കിയിട്ട് മാത്രം, അതായത് US മാർക്കറ്റിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ പ്രഭാവം നമുക്ക് ഈ S&P 500 അല്ലെങ്കിൽ നാസ്ഡാക്ക് അതും അല്ലെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് DJI ഒക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദ ഷോക്കിംഗ് ട്രൂത്ത് അബൌട്ട് ദ US മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ US മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ക്രാഷോ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ളൊരു ഉയർച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് യൂറോപ്യൻ മാർക്കറ്റിൽ അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് SGX നിഫ്റ്റി, ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് വിളിക്കുന്ന സിംഗപ്പൂർ എക്സ്ചേഞ്ചിലെ നമ്മുടെ നിഫ്റ്റിയുടെ ആ ട്രേഡിംഗ് ഗ്രാഫൊക്കെ ശക്തമായിട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റിക്കാണും അല്ലേ. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് വൈ ഡു ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ക്ലോസ്ലി വാച്ച് ഡൗ ജോൺസ്, S&P 500 ആൻഡ് നാസ്ഡാക്ക് ഈവൺ ഇൻ ഇന്ത്യയിൽ പോലും അല്ലേ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പവർഫുൾ റീസണാണ് നമ്മൾ സംസാരിക്കുന്നത്. ദ ട്രൂത്ത് ബിഹൈൻഡ് US ഡോമിനൻസ്. US മാർക്കറ്റ് എന്ന് പറയുന്നത് കേവലം എന്താ പറയുക അത്രത്തോളം നമ്മൾ കരുതുന്ന ഒരു വലുപ്പം എന്നതിലുപരി പറയുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്ലോബൽ ഫിനാൻസ് എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഈ ലോകത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലെ GDPയുടെ പേഴ്സൻറ്റേജ് ഉള്ള രാഷ്ട്രമാണ് USA എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്ലോബൽ GDPയുടെ 25% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് USA ആണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. നമ്മൾ നേരത്തെ സംസാരിച്ച അതേ കാര്യം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി, സാമ്പത്തിക ശക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ USAനെ വിളിക്കാൻ പറ്റും. കറന്റ് സ്റ്റേജിൽ US എക്കണോമി കോൺട്രിബ്യൂട്ട്സ് ഓവർ 25% ഓഫ് ദ ഗ്ലോബൽ GDP. ഗ്ലോബൽ GDPയുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് $105 ട്രില്യൺ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് USA ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. അതായത് ലോകത്തിലെ പോപ്പുലേഷൻ്റെ കേവലം 4% മാത്രമേ USA വരുന്നുള്ളൂ ഏകദേശം. അപ്പോൾ ആ 4% വരുന്ന ഒരു പോപ്പുലേഷനാണ് ഗ്ലോബൽ GDPയുടെ 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് USA എന്ന് പറയുന്നത്. എ പവർഫുൾ എക്കണോമി അട്രാക്ട്സ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്.
അതായത് അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു എക്കണോമിയാണ് USA എങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് USA പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. പല രാഷ്ട്രത്തിലെ ഗവൺമെന്റ് പോലും USA നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടാവും. കാരണം അവരുടെ മണി അല്ലെ അവരുടെ വെൽത്ത് USA നിക്ഷേപിക്കുകയാണെങ്കിൽ അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. US ഡോളർ ഈസ് ദ വേൾഡ്സ് പ്രൈമറി റിസർവ് കറൻസി ആഡിങ് ടു ഇറ്റ്സ് ഡോമിനൻസ്. അതായത് നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ സൗദി അറേബ്യ എന്ന് എന്താ പറയുക ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും കൊടുക്കുന്നത് US ഡോളറാണ്. കാരണം US ഡോളർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വേൾഡ് കറൻസി ആയിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. കാരണം ആളുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു കറൻസിയാണ് US ഡോളർ എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുമ്പം ഒരുപാട് കാരണങ്ങൾ അതിൽ വരും. ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ വർഷങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ലോകത്തിലെ ഗ്ലോബൽ GDP കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലോബൽ GDP ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയറിന്റെ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ US GDPയുടെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ 1960 ഗ്ലോബൽ GDP എന്ന് പറയുന്നത് $1.37 ട്രില്യൺ ആണ്. അപ്പോൾ അതിൻ്റെ 40% US ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം പീരീഡിൽ ഏകദേശം വളരെ ശക്തമായിട്ട് നിലകൊണ്ട ഒരു രാഷ്ട്രം USA ആണ്. അവർക്ക് അത്യധികം നാശനഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല, വളരെ കുറവാണ്. സോ അവിടുന്ന് തൊട്ടിട്ടാണ് ഇവർ ശക്തമായിട്ട് എമേർജ് ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു എഫക്റ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 1960 കഴിഞ്ഞിട്ട് ഏകദേശം 2019 ആകുമ്പം ഗ്ലോബൽ GDP ശക്തമായിട്ട് വളർന്നിട്ടുണ്ട് അല്ലേ. 87 ട്രില്യൺ US അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴും ഇവിടുന്ന് ഗ്രാജുവലി ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നെങ്കിൽ കൂടി ഇൻ ടേംസ് ഓഫ് റിയൽ ഒരു അതിൻ്റെ എമൗണ്ടിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ വളരെ കൂടിയിട്ടുണ്ടല്ലേ ഗ്ലോബൽ GDP. അപ്പോൾ അതിൽ $21 ട്രില്യൺ എന്നൊക്കെ പറയുന്നത് അത്രയും വലിയൊരു എമൗണ്ട് ആണ്. സോ അത് 24% അല്ലെങ്കിൽ 25% USA ഈ 2025 കാലഘട്ടത്തിലും നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശക്തമായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഹോം ടു ഗ്ലോബൽ ജയൻസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ആമസോൺ, ഇ-കൊമേഴ്സ് ആപ്പായ ആമസോൺ, അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ, ലോകത്തിലെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് വിൽക്കുന്ന പ്രീമിയം ഡിവൈസ് ഐഫോൺസ് അല്ലേ, ആപ്പിൾ കമ്പനി, മൈക്രോസോഫ്റ്റ് അല്ലേ, ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? USA ഇതൊക്കെ $1 ട്രില്യൺ കമ്പനിയാണ് അല്ലേ. $1 ട്രില്യൺ കമ്പനി അത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന, അത്രത്തോളം GDP അല്ലെങ്കിൽ US ഗവൺമെൻറ് ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ് ഇതൊക്കെ. സോ അത്രയും വലിയ കമ്പനീസൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പം അത്രത്തോളം വലിയൊരു അമേരിക്കയുടെ ഒരു എക്കണോമിക് പവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദീസ് കമ്പനീസ് ഇൻഫ്ലുവൻസ് മാർക്കറ്റ് വേൾഡ് വൈഡ്, ഡ്രൈവിംഗ് ഇന്നോവേഷൻ ആൻഡ് എക്കണോമിക് ട്രെൻഡ്സ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ദി സ്റ്റോക്സ്, ബൂസ്റ്റിംഗ് US മാർക്കറ്റ് ഡോമിനൻസ്. അതായത് ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലെയും ഗവൺമെന്റ് പോലും ഈ കമ്പനിയിലൊക്കെ ശക്തമായിട്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നുണ്ട്. ഓക്കെ, അത്രത്തോളം ഒരു കോൺഫിഡൻസ് ആണ് ഈ കമ്പനിയിലൊക്കെ ലോകത്തുള്ള പല ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ റീസൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് അവരുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ കമ്പനീസിന്റെ. മൂന്നാമത്തെ റീസൺ ഡീപ്പ് ആൻഡ് ലിക്വിഡ് മാർക്കറ്റ് ആണ് അല്ലെ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു US മാർക്കറ്റ് ഹാസ് അൺമാച്ച്ഡ് ലിക്വിഡിറ്റി അലോയിങ് ലാർജ് ട്രേഡ്സ് വിതൗട്ട് മേജർ പ്രൈസ് ഇമ്പാക്റ്റ്. ഒരുപാട്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഏരിയയാണ് US മാർക്കറ്റിൽ അല്ലേ. അപ്പം നാസ്ഡാക്ക് ആയാലും ഡൗ ജോൺസ് ഇൻഡെക്സ് ആയാലും അല്ലെങ്കിൽ S&P 500 ഒരുപാട് ആളുകൾ ട്രേഡ് എടുക്കുന്നുണ്ട്. അത്രത്തോളം ഡിമാൻഡും സപ്ലൈ അവിടെ ഈക്വലി ആവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇല്ലാണ്ട് ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് പറ്റുന്നു അല്ലെ. ബിഡ് ആസ്ക് സ്പ്രെഡ് ഒക്കെ വളരെ കുറവായിട്ട് അല്ലെങ്കിൽ അത്യധികം കൂടാതെ തന്നെ ഓരോ ഇടപാട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഹൈ ലിക്വിഡ് ആണ് ഇവിടെ. ഇത് പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു, അധികം പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ. ഹൈ ലിക്വിഡിറ്റി എൻഷുവേഴ്സ് ഫാസ്റ്റർ ട്രാൻസാക്ഷൻ ആൻഡ് ഫെയറർ പ്രൈസ്. ഓക്കെ, അതും ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അമേരിക്കയിൽ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു സുശക്തമായിട്ടുള്ള ഒരു ഘടകമാണ് ഇതും. ഇനി നാലാമത്തെ റീസൺ എന്താ നോക്കാം. സ്ട്രോങ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്.
ഇന്ത്യയിൽ സെബി എന്ന കണക്കിന് USA സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ് അവരുടെ ഷെയർ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ SECയെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. അതായത് പല രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ പല കൺട്രിയിലെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും US മാർക്കറ്റിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനെ അത്രത്തോളം ഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുക, അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരുപാട് നിക്ഷേപങ്ങൾ കുമിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട്. സ്ട്രിക്റ്റ് റെഗുലേഷൻ റെഡ്യൂസ് ഫ്രോഡ് ആൻഡ് ഇൻക്രീസ് ഇൻവെസ്റ്റേഴ്സ് ട്രസ്റ്റ്. ദിസ് സ്റ്റേബിൾ എൻവിറോൺമെന്റ് അട്രാക്ട് ഗ്ലോബൽ കോർപ്പറേഷൻ ടു ലിസ്റ്റ് ഓൺ US എക്സ്ചേഞ്ചസ്. കേവലം പൈസ നിക്ഷേപിക്കുക മാത്രമല്ല മറ്റ് പല രാഷ്ട്രങ്ങളിലെയും വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിനെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ TCS അല്ലെങ്കിൽ HDFC ബാങ്ക് ഒക്കെ അവിടെ USA ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും HDFC ADR ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ് പറയുന്നത് ഇതിനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ അവിടെ വരുമ്പം അവിടെയുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്, അവിടെയുള്ള ആളുകൾ ഈ HDFC ADR ഒക്കെ ശക്തമായിട്ട് വാങ്ങും. അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഡയറക്റ്റ് നിക്ഷേപിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ ഒരു ലോഗോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇനി അടുത്ത റീസൺ എന്താ നോക്കാം. റീസൺ നമ്പർ 5, ഇന്നോവേഷൻ ആൻഡ് ടെക് ലീഡർഷിപ്പ്. US ഡ്രൈവ്സ് ഗ്ലോബൽ ഇന്നോവേഷൻ എസ്പെഷ്യലി ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ കേസിലായാലും ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ കേസിലായാലും US ആണ് നമ്പർ 1 ആയിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇപ്പോൾ ഓരോ വർഷവും ആപ്പിൾ ഓരോ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഇറക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അവർ അത്രത്തോളം ഇന്നോവേഷനിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. സോ അതും ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് US മാർക്കറ്റിൽ കൂടുതലായിട്ട് പൈസ പമ്പ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. ഇതൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റിനെ അത്രത്തോളം ശക്തമായിട്ടുള്ള മാർക്കറ്റാക്കി മാറ്റിയ പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇനി 6ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ നമുക്ക് നോക്കാം. അതെന്താണ്? സ്ട്രോങ് ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അമേരിക്കയിൽ ഒരുപാട് ബാങ്കുകളുണ്ട്. അത്രത്തോളം ശക്തമായിട്ടുള്ള ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല ബാങ്കുകളുണ്ട്. അതിൽ 1-2 എക്സാമ്പിളാണ്. ഒന്ന് JP മോർഗൻ ചേസ് ഉണ്ട്, അതുപോലെ തന്നെ സിറ്റി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, പിന്നെ മോർഗൻ സ്റ്റാൻലി ഉണ്ട്. അതുപോലെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ബാങ്ക്, വേൾഡ് ക്ലാസ് ബാങ്ക് ഒക്കെ അമേരിക്കയ്ക്ക് ഉണ്ട്. സോ അവരുടെ കമ്പനീസിന് അത്രത്തോളം പൈസ ഇവർക്ക് കൊടുക്കാൻ പറ്റും. പല കമ്പനീസ് ലോൺ ചോദിച്ചാലും അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട്. സോ ഈ പൈസയൊക്കെ അവർക്ക് ശക്തമായിട്ടും അവരുടെ നിലവിലെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അങ്ങനെ ബിസിനസ് വളർന്നാൽ ആ എക്കണോമി ബൂസ്റ്റ് ആവും. ആ എക്കണോമി ബൂസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനിയിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണതയുണ്ടാവും. റോബസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോംസ്. ദിസ് ഇൻഫ്രാസ്ട്രക്ചർ മേക്സ് US ആക്സസിബിൾ ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. ഇനി 7ാമത്തെ റീസൺ നോക്കാം. 7ാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ജസ്റ്റ് ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 7ാമത്തത് ഗ്ലോബൽ ട്രേഡ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. US മാർക്കറ്റ് ഡോമിനേറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ് ഡീൽസ് ഇൻഫ്ലുവൻസിങ് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്. അതായത് ഒരുപാട് USA ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെയില്ല അല്ലേ? US മാർക്കറ്റ് പല രാജ്യങ്ങളിലും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും നിന്ന് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി US മാർക്കറ്റ് ഒരുപാട് ഇമ്പോർട്ട് നടത്തിയിട്ടില്ല എങ്കിൽ കൂടി അവർ അവരുടെ രാജ്യത്ത് വേണ്ട എല്ലാ സംഭവങ്ങളും ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ US മറ്റൊരു രാജ്യത്തേക്ക് എന്തെങ്കിലും ഒരു സംഭവം അയക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരെയൊക്കെ അകമഴിഞ്ഞ് സഹായിക്കാനുള്ള ഒരു പവർ USAക്ക് ഉണ്ട്. ഇപ്പം USA റഷ്യൻ ഇമ്പോർട്ട്സ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ റഷ്യക്കായിരിക്കുമ്പോൾ കൂടുതലായിട്ട് ഒരു പ്രോബ്ലം വരിക. കാരണം റഷ്യ എന്ന് പറയുന്നത് അത്രത്തോളം USA അത്ര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ല അല്ലേ? ഒരുപാട് മിലിറ്ററി പവർ ഉണ്ടെങ്കിൽ കൂടി USA അത്ര ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ USA അത്ര ശക്തമായിട്ടുള്ളൊരു രാജ്യമല്ല. സോ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിക്കാൻ പോകുന്നത് USA ആയിരിക്കും. അമേരിക്കക്ക് അത്രത്തോളം വരില്ല. കാരണം അമേരിക്ക ഓൾറെഡി അവരുടെ ഡൊമസ്റ്റിക് ഏരിയയിൽ തന്നെ ഏകദേശം എല്ലാ സംഭവവും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഓക്കെ, ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പല മിലിറ്ററി വെപ്പണും ഇപ്പോഴും USA പക്കലുണ്ട് എന്നാണ് പല ഡാറ്റയും വെളിവാക്കുന്നത്. ഇറ്റ്സ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഇമ്പാക്ട് കമ്മോഡിറ്റീസ്, കറൻസീസ് ആൻഡ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സ്. മാർക്കറ്റ് വേൾഡ് വൈഡ് റിയാക്ട് ടു US പോളിസി ചേഞ്ചസ് പ്രൊവൈഡിങ്
പ്രൂവിങ് ഇറ്റ്സ് ഡോമിനൻസ്. അതായത് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യമേ പറഞ്ഞത് അവരുടെ US പോളിസി അല്ലെങ്കിൽ ഫെഡറൽ റേറ്റ് പോളിസിയൊക്കെ വരുമ്പം ലോകമെമ്പാടുമുള്ള ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. അതായത് എന്താണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഫെഡ് ഷെയർ എന്താണ് പറയുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡൈവേർട്ട് അല്ലെങ്കിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കും. കാരണം അത്രത്തോളം എഫക്റ്റാണ് USA ഗ്ലോബൽ എക്കണോമിയിൽ ചെലുത്താൻ പറ്റുന്നത്. ഇനി 8ാമത്തെ റീസൺ നമുക്ക് നോക്കാം. ഇന്നോവേഷൻ ഇൻ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആയാലും അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് ആയാലും നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ചെയ്യുന്നത് USA അല്ലേ? USA തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. US pioneered modern investment tools like these innovations have reshaped global investment strategies. ഈ ഒരു സംഭവം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പല ഇപ്പോൾ ഹെഡ്ജിങ് പർപ്പസിനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. US ഡെറിവേറ്റീവ്സിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഹെഡ്ജിങ് പർപ്പസിന്. അതായത് അവരുടെ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സെക്യൂരിറ്റീസിൽ ഇപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ശക്തമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡെറിവേറ്റീവ്സിൻ്റെ ഹെൽപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി റീസൺ നമ്പർ 9 നോക്കാം. സ്റ്റേബിൾ പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്. അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് USA എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കണക്കിന് ഓരോ 5 വർഷം കൂടുമ്പം ഇന്ത്യ പ്രധാനമന്ത്രിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ USA പ്രധാനമായിട്ടും പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അതൊരു ജനാധിപത്യ പ്രക്രിയയിലാണ് അവിടെ ആളുകൾ അവിടുത്തെ രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്നത്. നേരെ മറിച്ച് ചൈനയുടെ കേസിലായാലും അല്ലെങ്കിൽ റഷ്യയുടെ കേസിലായാലും ഇനി സൗത്ത് കൊറിയയുടെ കേസിലൊക്കെ ആയാലും അവിടെ ഒരു കിങ്ഡം റൂൾ പോലെയാണ് അല്ലേ? അതായത് അവിടെ ഒരു രാജാവ് ഭരിക്കുന്ന ഒരു രീതിയിൽ, അത് ജനങ്ങൾക്ക് അധികമായിട്ടുള്ള അവകാശം മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല. സോ അങ്ങനെയുള്ള ഒരു എക്കണോമിയിൽ ആളുകൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കില്ല. കാരണം അത്രത്തോളം സേഫ് ആയിരിക്കില്ല എന്നാണ് പലരും വിചാരിക്കുക. അതായത് ചൈനയിൽ ഒരു പൈസ പോയിട്ട് അധികമായിട്ട് നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ റഷ്യയിൽ നിക്ഷേപിക്കുമ്പോൾ അതും അല്ലെങ്കിൽ സൗത്ത് കൊറിയയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ അവിടുത്തെ രാജ്യത്തെ ഗവൺമെൻറ് പല ന്യൂസും പുറത്തേക്ക് വിടില്ല. ഇപ്പം ചൈനയിൽ എത്രത്തോളം ഒരു ന്യൂസിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ USA കേസിൽ അങ്ങനെയല്ല. അവിടെ എല്ലാം അധികവും ഓപ്പൺ ആണ്. സോ ഒരു ജനാധിപത്യ രീതിയിലുള്ള രാജ്യത്ത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഗവൺമെൻറ് ഉള്ള ഒരു രാജ്യത്ത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതലായിട്ടും പ്രവണത കാണിക്കും. ഡെസ്പൈറ്റ് ഗ്ലോബൽ അൺട്രസ്റ്റ്, ദ US offers political stability that attracts foreign investments. Investors prefer stability to minimize risk, further boosting the US market. ഇനി 10ാമത്തെ റീസൺ എന്താ നോക്കാം. ഗ്ലോബൽ റിസർവ് കറൻസി. US ഡോളർ ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് ട്രസ്റ്റഡ് കറൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സെൻട്രൽ ബാങ്ക്സ് വേൾഡ് വൈഡ് ഹോൾഡിംഗ് USD ആസ് ദർ പ്രൈമറി റിസർവ്, ആഡിങ് ടു ഇറ്റ്സ് ഇൻഫ്ലുവൻസ്. സെൻട്രൽ ബാങ്കുകളൊക്കെ നിങ്ങൾ ഇന്ത്യയുടെ കേസിലെടുത്താലും അല്ലെങ്കിൽ മറ്റ് പല പ്രധാനപ്പെട്ട എക്കണോമിയുടെ കേസിലൊക്കെ എടുത്താൽ അവർ ഏറ്റവും കൂടുതലായിട്ട് റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്ന ഫോറിൻ കറൻസി എന്ന് പറയുന്നത് US ഡോളറാണ്. കാരണം മറ്റ് കറൻസിക്ക് അത്രത്തോളം വിശ്വാസ്യതയില്ല US ഡോളറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. US ഡോളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ട് സാധനം പർച്ചേസ് ചെയ്താലും ആ കൺട്രി ആ പൈസ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് US ഡോളറിനെ അത്രത്തോളം ശക്തമായിട്ട് ഇപ്പോഴും ഉയർത്തി നിർത്തുന്നത്. ഓക്കെ, ഇനി അവസാനം ഇപ്പം പല രാജ്യങ്ങളും ഒരു യുദ്ധം നടന്നു മറ്റ് പ്രോബ്ലങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ USA എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് അവസാനം നിലനിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഗ്ലോബലി പല ഇൻവെസ്റ്റേഴ്സിനും ഉണ്ട്. കാരണം അത്രത്തോളം ഫൈനാൻഷ്യലി ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ അത്രത്തോളം മിലിറ്ററി ബാക്കപ്പ് ഉള്ള ഒരു കൺട്രിയാണ്. സോ അവിടെ എന്ത് സംഭവിച്ചാലും ആ രാജ്യത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസവും അവിടെയുണ്ട്. സോ അങ്ങനെയാണ് എങ്കിൽ ഇവിടെയുള്ള US ഡോളർ നമ്മൾ ഫൈനലി കൊണ്ടുപോയി USA നൽകിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്ക് തിരികെ തരും എന്നുള്ളൊരു വിശ്വാസം പല ഇൻവെസ്റ്റേഴ്സിനും ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 10 റീസൺ നമ്മൾ ഏകദേശം സംസാരിച്ചു. ഇനി അടുത്ത കുറച്ച് ടിപ്സുകളാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. വൈ ഇറ്റ് മാറ്റേഴ്സ്. US market strengths impact economies worldwide. Understanding its dominance help investors make informed global investment decision. നമ്മൾ നേരത്തെ പറഞ്ഞതേ കാര്യം തന്നെ US മാർക്കറ്റിന്റെ ഒരു ഗതി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇതൊക്കെ കീപ്പായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജീവിതമാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ജീവിതമാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റും. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഏതാണ് കൂടുതലായിട്ടും വിശ്വസിക്കുന്നത്? വേൾഡ് മാർക്കറ്റ് അല്ലെങ്കിൽ USA മാർക്കറ്റിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. US മാർക്കറ്റ് മേ ബി ഫാർ അവേ. നമ്മുടെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ USA എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേങ്കിൽ USAയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അടുത്താണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.